ഹലോ അച്ഛ. ഹലോ, എന്താണ് അത്ര രാവിലെ? അവിടുത്തെ വിശേഷം അറിയാൻ വേണ്ടിയാ. അച്ഛൻ എപ്പോഴാ എഴുന്നേറ്റ്? ചായ കിട്ടിയോ? എഴുന്നേറ്റതേ കറക്റ്റ് ആയിരുന്നു, ചായ കിട്ടിയില്ല. ഇപ്പൊ തരാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. നീ ചായ കുടിച്ചോടി. നിന്റെ രേവതി കുട്ടി എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കുന്നു അച്ഛ. അവള് കോളേജിൽ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നിനക്ക് പോണോ കോളേജ്? വേണ്ട അച്ഛ, ഞാൻ പഠിപ്പ് നിർത്തിയിട്ട് 5 വർഷമായില്ലേ. ഇനി വേണമെങ്കിൽ പഠിക്കാം, വയസ്സ് 60 കഴിഞ്ഞാലും പഠിക്കും. വേണ്ടെന്നേ, എനിക്ക് പഠിച്ച വലിയ നിലയിലൊന്നും എത്തണ്ട. എന്റെ ആഗ്രഹം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോ പറഞ്ഞു? ഞാൻ ഓർക്കുന്നില്ലല്ലോടി മോളെ. അച്ഛന് ചായ കിട്ടിയില്ലേ? കിട്ടി. ഇത് എങ്ങനെ സാധിച്ചടി? ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റ് ആണ്. പക്ഷേ ഇവക്കിതൊന്നും പരിചയമില്ലാത്ത പണിയാണല്ലോ. അതാ ഞാൻ ചോദിച്ചത്, എങ്ങനെ സാധിച്ചു? അലീന ചേച്ചി ഇന്നലെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പോയത്. എന്നെ കൊണ്ട് റിഹേഴ്സൽ നടത്തിച്ചു ഇന്നലെ. ഇപ്പൊ മനസ്സിലായല്ലോ അച്ഛ. അവൾക്കൊന്ന് കൊടുക്കൂ. ഹലോ ചേച്ചി, ഗുഡ് മോർണിംഗ്. മോളെ ഗുഡ് മോർണിംഗ്. നീ രാവിലെ എണീറ്റല്ലോ. എണീറ്റു, ചായ ഇട്ടു. ദാ ഇപ്പൊ അച്ഛന് ചായ കൊടുത്തു. നല്ലതാണെന്ന് ചോദിച്ചേ. അച്ഛാ, ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. അലീനെ പഠിപ്പിച്ചല്ലേ, മോശമാവാൻ ഒരു സാധ്യതയില്ല. ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി ചേച്ചി, നല്ലതാണ്. അപ്പൊ നല്ലത് തന്നെയാ. അച്ഛൻ ചുമ്മാ പറയത്തില്ല. അലീന ചേച്ചി ഇവിടെ എന്ത് ചെയ്യോ? ഞങ്ങള് രാവിലെ ഒരു യാത്രക്ക് ഒരുങ്ങാ. എങ്ങോട്ടാ ചേച്ചി? ടൂറാണോ? അല്ലടി മോളെ, കിളിമാനൂർ എന്ന സ്ഥലത്തോട്ട്. അവിടെ രേവതിക്കുട്ടിയുടെ ചില ആൾക്കാരുണ്ട്, അവരെ കാണാൻ. ആ ചേച്ചി ഓർഫൻ അല്ലേ? ഞാനും അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ടിപ്പോഴും അതുപോലെയും അവൾക്കും ആരൊക്കെയോ ഉണ്ടെന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാനിത് അച്ഛനോട് പറഞ്ഞില്ല. നീ ഫോണെന്ന് കൊടുത്തേ. ഞങ്ങളിപ്പോ കിളിമാനൂർ എന്ന സ്ഥലത്തോട്ട് പോവുക. അവിടെ രേവതിക്കുട്ടിക്ക് ഒരച്ഛനും മുത്തശ്ശനും ഒക്കെ ഉണ്ട്. കഥയെല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാച്ച. മനുവേട്ടൻ രാവിലെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും രേവതിക്കുട്ടി, പിന്നെ ഗ്രേസമൻ. അങ്കിള് വീട്ടിലിരിക്കാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ശരി അച്ഛ, വെക്കുവാണേ. മനുവേട്ടൻ പെട്ടെന്ന് എത്തിയല്ലോ. വിളിച്ചിട്ട് 1/2 മണിക്കൂറല്ലേ ആയുള്ളൂ. ഞാൻ റെഡിയാ, ഇനി താമസമൊന്നുമില്ല. മനുവേട്ടൻ വലുതും കഴിച്ചോ? ഒരു ബ്ലാക്ക് കോഫി കുടിച്ചു. ഞങ്ങളിവിടെ ചായ മാത്രമേ കുടിച്ചുള്ളൂ. നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ്, അല്ലേ മനുവേട്ട? കഴിക്കാം. എന്നാ നോക്കുന്നേ? കാണാൻ നിന്റെ ഈ മനുവേട്ടെന്നുള്ള വിളിയേക്കാനെ എനിക്ക് ഒത്തിരി ഇഷ്ടം. കളിയാക്കാതെ പ്ലീസ്. സത്യം പറഞ്ഞ എന്ത് സത്യം പറഞ്ഞത്? എനിക്കും അറിയണ സത്യം. അങ്കിള് ഇവിടെ നമുക്ക് പോണ്ടേ? നീ ഈ കുടുംബത്തിന്റെ കെയർടേക്കർ, ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? അങ്കിള് വരുന്നില്ല മനുഷ്യട്ടാ, മടിയനാ. അത്രയും ദൂരം യാത്ര ബോറാണെന്നാ പറയുന്നത്. ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ, ഞാനൊരു ഡ്രൈവറായിട്ട്. മനു എത്തിയല്ലോ. അതെ, ഡ്രൈവറായിട്ട് നമുക്ക് ജോസൂട്ടി കൊണ്ടുപോയാലോ? ഞാനുണ്ടല്ലോ, പിന്നെ എന്നാ വേണ്ട. മാമച്ചായോ? ചേച്ചിക്ക് വല്ലതും എടുക്കാനുണ്ടോ? എന്റെ ഹാൻഡ് ബാഗ് എടുക്കണം. മനുവേട്ട ഒരു മിനിറ്റ്. ശരി. ഇറങ്ങിട്ടെ ഞങ്ങളെ. അതെ, ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. നിന്നോട് ഫ്രണ്ട്സിൽ ഇരിക്കൂ. അയ്യോ, ആൻസി അല്ലേ ഫ്രണ്ട് ഇരിക്കണ്ടേ? അവരുടെ കാറല്ലേ? അവരുടെ കാർ എടുക്കണ്ട, എന്റെ കാർ എടുക്കാം. മനുവേട്ടന്റെ കാറിൽ കയറാൻ ആന്റി സമ്മതിക്കോ? ഞാൻ ഒരു ചെറിയ നമ്പർ. വേണ്ട മനുവേട്ട, അവരെന്ത് വിചാരിക്കും? ഒരു കാർ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഫ്രണ്ടിലിരുന്ന കാർ ആക്സിഡന്റ് ഒഴിവാകൂ? അതെങ്ങനെ? അല്ലേ, നീ ബാക്ക് സീറ്റിൽ ഇരുന്നാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിയർവ്യൂ മിററിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. എന്തുവായി പറയുന്നേ? ഞാൻ സത്യം പറഞ്ഞ, ഞാനിങ്ങനെ നിന്നെ നോക്കുമ്പോ കാർ വല്ലയിടത്തും ചെന്ന് ഇടിച്ചങ്ങ് കയറും. ജോസൂട്ടി ഡ്രൈവ് ചെയ്താലോ? എന്റെ കാറിലോ? തൊടാൻ സമ്മതിക്കത്തില്ല. അങ്കിളിന്റെ കാറിലായാലോ? ഒന്നും മിണ്ടാതെ നിൽക്കോ, ഞാൻ കൈകാര്യം ചെയ്തു. ഇത് ഈ കയറി ഇടപെടണ്ട കേട്ടോ. എനിക്ക് വയ്യ. എന്നതാ രണ്ടുപേരും കൂടെ ഒരു കുശുകുശുപ്പ്? ഞാനൊരു അഭിപ്രായം പറയായിരുന്നു അലീനയോട്. എന്നതാന്ന് പറ. എന്റെ കാറിലങ്ങ് പോയായിരുന്നെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ഈസിയാണ്. എന്റെ കൈക്കണെങ്കിൽ കാറില് അതിന് കുലുക്കം കൂടുതലേ. ചില കാറെ കയറി എന്റെ നാട്ടു പോകും. അയ്യോ, എന്റെ കാറിൽ ആന്റി ഒന്ന് കയറണം. റോഡിൽ കൂടെ ഒഴുകിയല്ലേ പോകുന്നത്. കട്ടൽ വീണപ്പോൾ നമ്മൾ അറിയത്തില്ല. എങ്ങനെയുണ്ട് അലീന? നീ അത് കയറിയല്ലേ? എനിക്ക് ഏത് കാറാണെങ്കിലും എല്ലാം ഒരുപോലെയാ. ആന്റി, നമുക്ക് ഈ മനുഷ്യന്റെ കാറിലൊന്ന് കയറി നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. മാമച്ചായ, ഞങ്ങൾ ഈ മനുവിന്റെ കാറിലാ പോകും. മനുവിന് കംഫർട്ട് അതാന്നോ പറയുന്നു. അത് നല്ല കാറാ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാ. ഓക്കെ ആന്റി, അവര് കൊല്ലപ്പള്ളിക്കാര് ഫ്രണ്ടിലിരിക്കട്ടെ, നമ്മള് പാലാരോട്ടങ്ങാര് ബാക്കിലിരിക്കാം. അതാ സേഫ്. ആന്റി ഫ്രണ്ടിലിരുന്നു, ഞാനും രേവതിക്കുട്ടി ഇങ്ങോട്ട് ബാക്കിലിരുന്നോളാം. ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞു പോവാലോ. അത് വേണ്ട, നിങ്ങളുടെ മുമ്പിലിരുന്നു ഞാനും എന്റെ രേവതിക്കുട്ടി ഒന്നിച്ച. എന്നെ ഇത്ര ഇങ്ങോട്ട് പോന്നപ്പോ എന്നോട് ഫ്രണ്ടിലല്ലേ, എന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. മനുവേട്ടാ, ഒരു നല്ല ബേക്കറിയുടെ മുന്നിൽ കാർ നിർത്തണേ. സ്വീറ്റ്സ് വാങ്ങാനല്ലേ ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സിനിമക്ക് 2 ഫ്രോക്കും വാങ്ങണം. അത് ബേക്കറി കിട്ടുന്ന കാര്യം സംശയ, ചോദിച്ചോക്കാം. ഭയങ്കര തമാശ. ആരാ എന്നോട് വരുന്നേ സ്വീറ്റ്സ് വാങ്ങാൻ? മനുഷ്യട്ടന്റെ കൂടെ അലീന ചേച്ചി വരും. വിളിച്ചാ വരാൻ റെഡിയാ. സ്വീറ്റ്സ് വാങ്ങാൻ പോകുന്ന കാര്യം മനുഷ്യട്ടൻ ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിച്ചേക്കല്ലേ. ഇപ്പൊ എല്ലാം പൂർത്തി. നീ വരുന്നില്ലേടി? ഇല്ല, ചേച്ചി മനുഷ്യട്ടനും കൂടെ പോയിട്ടോ. നിനക്കും കൂടി വന്നാലെന്താ? മനുഷ്യട്ടനെ കൊണ്ട് കാശ് പിടിപ്പിക്കാൻ വേണ്ടിട്ടാ. മനുവേട്ടനല്ല, ഞാനാ പൈസ കൊടുക്കുന്നത്. മനുഷ്യട്ടൻ ചേച്ചിയെ കൊണ്ട് കുടിപ്പിക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ നോക്കും. കുറെ കൂടുന്നുണ്ട് കേട്ടോ. അവര് തമ്മില് നല്ല ഇണക്കോ അല്ലേ ആന്റി? അതെ. എന്താടി, നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? ലേശം. ഇതാണോ സ്ഥലം? എവിടെ നിർത്തണ്ടേ? അവിടെ നിർത്തിയാ മതി. അങ്കിൾ എവിടെയാ നിർത്തുന്നത്? ഇതൊരു ഓർഫനേജ് ആണോ? കൊള്ളാമല്ലോ സ്ഥലം.
നമുക്ക് അകത്തോട്ട് ചെല്ലാം ആന്റി വേറെ ആരോ ആണെന്നാ കാർ കണ്ടപ്പോ വിചാരിച്ചത്. ഒരു കറുത്ത കാറിലല്ലേ മുമ്പ് വന്നോണ്ടിരുന്നത്. അതെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? പുറത്തെങ്ങും ആരെയും കണ്ടില്ല. എല്ലാരും ഉണ്ട്. ചിന്നുമോൾക്ക് കുറച്ചു ദിവസം നല്ല പനിയായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി നല്ല മിടുക്കിയായിട്ടുണ്ട്. വാ കേറി വാ. മനുവേട്ടാ, ഞാനൊരു അപരിചിതനല്ലേ? അപരിചിതനെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ ചിന്നമോളെ കാണണ്ടേ? ഞാൻ ആരാണെന്ന് പറയും. മനുശങ്കർ മേനോൻ ഫ്രം കൊല്ലപ്പള്ളി. നിങ്ങളുടെ കൂടെ വരാൻ എന്താ കാരണം? റിലേറ്റീവ് ആണെന്ന് പറയാലോ. എന്ത് റിലേഷൻഷിപ്പ്? ആരുമായിട്ട്? നിങ്ങൾ രണ്ടുപേരും ഓർഫൻ അല്ലായിരുന്നോ? അത് ശരിയാണല്ലോ. ആ. ഗ്രീസ് ആന്റിയുടെ റിലേറ്റീവ്, ആന്റിയുടെ ബ്രദറിന്റെ മകൻ. ഗ്രേസമാനിയുടെ മകൻ എബ്രഹാം പീറ്ററുടെ മകൻ മനുഷ്യങ്കർ മേനോൻ. കൊള്ളാം. അബ്രഹാം പീറ്റർ ആരാ? അങ്ങനെ എന്തെങ്കിലും ഒരു പേരായിരിക്കുമല്ലോ. ഷോ, ഇതൊക്കെ ഒരു പ്രശ്നമാണെന്ന് ഓർത്തില്ലല്ലോ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മതി. ഡ്രൈവറോ? അത് വേണ്ട. അത് മതി. കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. കയറി ചെല്ലാം. വാ. ദേ ഈ ആളെ ഒരു പരിചയമില്ലേ? ആ? ഇവിടെ വാ. അച്ഛോ, ഇതാരാണ്? ഇത് ചക്കര കൊടുക്കേ. മനുവേട്ടാ, ഇതാണ് ഞങ്ങളുടെ ചിന്നിമോള്. ഹായ് ചിന്നുകുട്ടി. ആ? ഇത് അലീന ആന്റിയുടെ അങ്കിളിന്റെ മോൻ. അങ്കിളിന്റെ മോനും ആ, അങ്കിളിന്റെ മോനാണ് പറഞ്ഞാടാ. അങ്കിളിന്റെ മോനെന്ന് വെച്ചാ മനുശങ്കർ മേനോൻ. മോള് മനു അങ്കിളിനെ വിളിച്ചാ മതി കേട്ടോ. ആ. ഈ ആന്റി അറിയില്ലേ? അറിയാം. എങ്ങനെ അറിയാം? ഇവിടെ വന്നിട്ടുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് പോ. വർഷം 17 കഴിഞ്ഞു. ഇത്രയും കാലം നിങ്ങളാരും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് തക്ക ബന്ധം എന്താണെന്ന്. ഞാൻ വിളിച്ചിട്ട് വന്നവരെ കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. മോള് ഞാൻ വലിയ തെറ്റാ ചെയ്തത്. അതിന്റെ ശിക്ഷയാ ഞാൻ ഈ അനുഭവിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാം അച്ഛന് സുഖപ്പെടാൻ വേണ്ടി.